കലി പിടിച്ചിട്ടുണ്ടല്ലോ, മഞ്ഞ തെച്ചി പൂങ്കുല പോലെ. സങ്കടമായിട്ട് എന്റെ ദൈവമേ. അങ്ങനെ കുഞ്ഞുവേവിന്റെ വണ്ടി നമ്മള് വണ്ടിയുടെ ഉള്ളിലാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ അക്കോമഡേഷന്റെ പുറത്തുള്ള ഗാർഡനിൽ വന്നിരിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ കുഞ്ഞിനെ കയ്യിലെടുത്തോണ്ട് നടക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ കൊച്ചിനെ ആണെങ്കിൽ പുറത്ത് കൊണ്ടുപോകാൻ വേണം, നമുക്കാണെങ്കിൽ വണ്ടിയില്ലാത്ത കാരണം പുറത്ത് കൊണ്ടുപോകാനും പറ്റുന്നില്ല. അപ്പൊ ഞങ്ങളിന്ന് ബേബിക്കുള്ള ട്രോളി വണ്ടി, കുഞ്ഞു ബേബിക്ക് ഉന്തി വണ്ടി. ആള് പിന്നെ ഉറക്കാട്ടോ. ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞാണ്ടോ നല്ല ഉറക്കത്തിലാണ്. ഇന്നലെ ഇഞ്ചക്ഷൻ വെച്ചത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചക്ഷൻ വെച്ചത് കുഴപ്പമൊന്നുമില്ല, ആള് വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല. തട്ടുമ്പോ ജസ്റ്റ് ഒന്ന് വിതുമ്പും, അല്ലാണ്ട് വേറെ തട്ടാണ്ട് നല്ല പോലെ നോക്കുന്ന കാരണം ഞങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഞങ്ങളിങ്ങനെ പൊത്തി കുഞ്ഞിനെ അടയിരിക്കുമ്പോ ഇങ്ങനെ പൊത്തി വെച്ച്. അത് കാരണം കുഞ്ഞു ബേബി വഴക്കൊന്നുമില്ല, സുഖമായിട്ട് ഉറങ്ങാണ്. അപ്പൊ ഞങ്ങള് കുഞ്ഞിനെ വണ്ടി വാങ്ങാൻ വേണ്ടി പോവാട്ടോ. അപ്പൊ ഇതാ ഞാനും കുഞ്ഞു ബേബിയും പുറകിലുണ്ട്. അപ്പ ഇതാ മുന്നില്. അപ്പ ഇവിടെയുണ്ട്. സൂപ്പറായി കിടക്കുന്നുണ്ട്, സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട്. ഇത്ര നാൾ എന്തായിരുന്നു അല്ലേ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ലേ? മുന്നിലെ സീറ്റിൽ ഇരിക്കാൻ വയ്യ, പുറകിലെ സീറ്റിൽ ഇരിക്കാൻ വയ്യ. ഈ യുകെയിലെ ഏറ്റവും ബെസ്റ്റ് ടൈം ആട്ടോ ഇത്. ഈ വൈകുന്നേര സമയമല്ല, ഈ സീസൺ സ്പ്രിംഗ് സീസൺ. മൊത്തം പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല രസാട്ടോ. ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര രസമുള്ള സമയമാണ്. ഇവിടെ പിന്നെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്മരിയാടിന്റെ കാണാൻ അടിപൊളിയാണ്. കുതിര ഫാമും അതിനിപ്പോ അടിപൊളിയായിട്ട് നിനക്കിപ്പോ എന്താ ഉപകാരം? ചെമ്മരിയാടിനെ കാണാൻ അടിപൊളിയായിട്ട് തോല് കിട്ടിയാൽ നല്ല പൊരിച്ച് തിന്നാലോ. എന്തോ നാടി ഇവിടെ എന്തൊക്കെയാ പിന്നെ തിന്നാൻ കിട്ടുന്ന പറയേ? ചെമ്മരിയാടിന്റെ തോലാണ് തിന്നുന്നേ. മഞ്ഞപ്പൂക്കള് മഞ്ഞ തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർക്കാലേ. നിർത്തണേ, മെല്ലെ പോ. കാണാനാ ഇവിടെ സൈഡാക്ക്. അത് കാട്ടാട്ടാടാ നിർത്തടാ. ഇവിടെ വന്ന ടൈമില് ഈച്ച എങ്ങനെയാന്നറിയോ, വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട് വരും. ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം ലീവ് ഉള്ളപ്പോ വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട് വരും. എണ്ണയും കൊണ്ടുള്ള കുറുക്കു വഴിയൊക്കെ കൂടെ കൊണ്ടുപോയി നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുമായിരുന്നേ. ഇപ്പൊ എങ്ങും കൊണ്ടുപോക്കില്ല. നമ്മളൊരു പ്രസവിച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മളെ കാണാനൊരു ചേലില്ലാണ്ടായി പോയിക്കില്ലേ? ചേലുണ്ടേ മാത്രമേ കൊണ്ടുപോകുള്ളൂ. ഇപ്പൊ സമയം എത്രയെന്ന് ഗസ് ചെയ്യേ? ഇപ്പൊ 8 മണിയായില്ലേ? ഇപ്പൊ സമയം ഇവിടെ 8:30. 8 മണി. രാത്രി 8 മണി സമയാട്ടോ ഇത്. എന്താണ് പൊട്ടത്തിന്ന് വിളിക്കുമ്പോ പൊട്ടി ചിരിച്ചോ? ഞാൻ പൊട്ടത്തി അല്ലടാ, ഞാൻ തമാശക്ക് പറഞ്ഞല്ലോ. അങ്ങനെ വിളിക്കുന്ന എനിക്ക് ചിരി വരും പൊട്ടത്തിന്ന് വിളിക്കുമ്പോ. ഓ ഇന്നലത്തെ ദിവസം ഉണ്ടല്ലോ, എനിക്ക് ഓർക്കാൻ വയ്യ. എനിക്കിനെ ഈച്ച എന്തൊരു കരച്ചിലായിരുന്നു അറിയോ കുഞ്ഞു ബേബിനെ ഇഞ്ചക്ഷൻ വെക്കുന്നിട്ട്. ഞാനാണ് കരയല്ലേ എന്ന് പറഞ്ഞിട്ട് പോലീസ് പിടിക്കുന്ന ഇവൻ പൊരിഞ്ഞ കരച്ചിലായിരുന്നു. നീ എന്ത് സീനാടി? കൊച്ചിനെ സീറ്റ് ഇരുത്തത്തുമില്ല. നീ എന്ത് സ്വഭാവമാടി? എങ്ങാ പോലീസ് പിടിച്ചാൽ എന്നെ എന്ത് ചെയ്തേനെ? പോലീസ് ഉണ്ടാവും. അപ്പൊ നീ എന്ത് ചെയ്യും? അവര് വീട്ടിലാക്കി തരും. എന്റെ പൊന്നെ, ഇന്നലെ കുഞ്ഞു ബേബിനെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് എനിക്കങ്ങ് കലി പിടിച്ചിട്ടുണ്ടല്ലോ. എന്റെ പോലെ പൊന്നൂന് കാര്യം അങ്ങ് പിടിച്ചിട്ടുണ്ടല്ലോ. പൊന്നു മൂക്കളെ ഒലിപ്പിച്ച് കരച്ചിലായിരുന്നു. അല്ലാണ്ട് എന്ത് ചെയ്തോണ്ട് കലി പിടിച്ചിട്ട് പറയുന്ന കേട്ടോ. വിചാരിക്കും ഇപ്പൊ മലത്തി അടിച്ചെന്ന് കലി പിടിച്ചിട്ട്. മുഖമൊക്കെ ചുമന്ന് എനിക്ക് സങ്കടമായിട്ട് എന്റെ ദൈവമേ. എല്ലാവരും എന്നോട് ചോദിച്ചു കുഞ്ഞു ബേബി എങ്ങനെ ഉണ്ടായിരുന്നു. കുഞ്ഞു ബേബി പാവട്ടോ. ആ ഇഞ്ചക്ഷൻ വെച്ചപ്പോ മാത്രം കരഞ്ഞുള്ളൂ. പിന്നെ അവള് കരഞ്ഞിട്ടോ ബഹളം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഞാൻ അപ്പത്തേക്കും വയറൊക്കെ നിറച്ച് സെറ്റാക്കിയിട്ട് വേമയും കിടത്തി ഓർക്കിക്കളയും. ഒരു ചക്കരമാവിൽ കൊമ്പ് നിറച്ചും മാങ്ങ, അക്കരയുണ്ടൊരു ചക്കരമാവിൽ കൊമ്പ് നിറച്ചും മാങ്ങ. അവിടുന്ന് സാധനം മേടിക്കുന്നുണ്ട്.
അപ്പൊ ഇതേ ഇച്ച കുഞ്ഞു ബേബീന്റെ കാർ സീറ്റും ഇത് കാർ സീറ്റും ഉണ്ടല്ലോ, കാർ സീറ്റും ഉണ്ട്. റോൾ ചെയ്തെടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി കുഞ്ഞു ബേബീനെ കൊണ്ടുപോവാനുള്ള നമ്മുടെ കുഞ്ഞു ബേബീന്റെ വണ്ടി. ഇത് നമുക്ക് ഇതിനകത്ത് കടത്തിയിട്ട് നമുക്ക് കുഞ്ഞിനെ ഉന്തിക്കൊണ്ട് നടക്കാനൊക്കെ പോകാം. നമുക്ക് ഇതിൽ ഇടാനുള്ള ബെഡ് ഉണ്ട്. ആ ബെഡ്, ഉള്ളിടാൻ ബെഡൊക്കെ ഇല്ല നമുക്ക്, അത് ഇടാം. പിന്നെ അവരതിന്റെ കൂടെ നമുക്ക് കാർ സീറ്റ് തന്നട്ടോ, വേറെ കാർ സീറ്റ് നമുക്ക് ഓൾറെഡി ഉണ്ട്. പക്ഷെ അവർ വേറെ ഒരെണ്ണം കൂടെ ഇതിനകത്തൂടെ വെക്കുന്ന മോഡലാന്ന് തോന്നുന്നു. അതുകൂടെ അവർ നമുക്ക് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് തന്നട്ടോ. ഇത് ഈ വെള്ള സാധനം കണ്ടോ, ഇതിങ്ങനെ ഞെക്കണം, അപ്പൊ ഇതിങ്ങനെ പോയി പോരും. അടിപൊളി. ആ ഇങ്ങനെയാട്ടോ സാധനം. അപ്പൊ ഇനി കുഞ്ഞുബേബിനെ കൊണ്ട് പുറത്തു പോകാലോ. ഇരുമ്പാ തോന്നുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞു ബേബീന്റെ കാർ സീറ്റും അങ്ങനെ കുഞ്ഞു ബേബീന്റെ വണ്ടി നമ്മള് വണ്ടിയുടെ ഉള്ളിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നാളെ തൊട്ട് നമുക്ക് കുഞ്ഞു ബേബീനെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റും. പുറത്ത് കുഞ്ഞു ബേബീനെ സ്പ്രിംഗ് സീസൺ ഒക്കെ ആയതുകൊണ്ട് കുഞ്ഞിനെ പൂക്കളൊക്കെ കാണിച്ചു കൊടുക്കാലോ. അതെ അല്ലേ? അപ്പൊ ഇതാ കുഞ്ഞു ബേബീന്റെ വണ്ടി ഞാൻ ഉള്ളി ഉൾക്കാടിക്കുകയാണ്. ഞങ്ങളിവിടെ അടുത്തുള്ള ഗാർഡനിലാട്ടോ ഉള്ളത്. ഗാർഡൻ അല്ല, ഇതൊരു പാർക്കാ. നമ്മളിവിടെ അടുത്തുള്ള ഒരു പാർക്ക് വന്നേട്ടോ. പൊന്നു അങ്ങനെ ആദ്യമായിട്ട് ഉദ്ഘാടനം, പൊന്നുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ വണ്ടി ഉന്തല്. പോട്ടെ, പിള്ളേരവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാ നമ്മള് വീടിന്റെ കാർ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇതായി അപ്പയും മോള് ഇവിടെ. അപ്പൊ അങ്ങനെ കുഞ്ഞിനെ നമ്മൾ കാർ സീറ്റ് വാങ്ങിച്ചു. പക്ഷെ കാർ സീറ്റ് അല്ലല്ലോ, ട്രോളി. സീറ്റും ഉണ്ട്, ട്രോളിയും ഉണ്ട്. ഇനിയപ്പോ നാളെ തൊട്ട് ഇപ്പൊ കുഞ്ഞിനെ ഇപ്പം പുറത്ത് കൊണ്ടുപോകാലോ, ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കാനൊക്കെ കൊണ്ടുപോകാലോ. ഇനിയും കൊണ്ടുപോകാലോ. നിന്നെ കൊണ്ടുപോകാൻ ഞാന്. നിന്റെ കൊമ്പ് നോക്ക്, ഇവളുടെ കൊമ്പ് കണ്ടോ? ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോ പുറത്തിറങ്ങാലോ. എനിക്കും കൂടെ ഒരു വണ്ടി ഉണ്ടായിരുന്ന നല്ലതായിരുന്നു. എനിക്കും കൂടെ വണ്ടി ഉണ്ടായിരുന്ന നല്ലതായിരുന്നു. അതല്ല ഇടിപ്പാ, വാ വാ. എന്നാ എന്നെയും കൂടെ ഒന്ന് തള്ളി കൊണ്ടുപോകാൻ ഒരു വണ്ടി എടുത്ത് മേടിച്ചു തന്നു. അപ്പൊ അത്ര ഉള്ളു കൂട്ടുകാരെ. അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഞാനെന്താ പൂച്ചക്കുട്ടിയോ? അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണുന്നതാണ്. ഓക്കേ പൊന്മണി.